എല്ലാവർക്കും നമസ്കാരം. അന്നും ഇന്നും എന്നും എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ വിഭവമായ ഷാഹി പനീർ തയ്യാറാക്കാനാണ്. ഇത് തയ്യാറാക്കാൻ വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പനീർ വേണം. പനീറിന് വേണ്ടുന്ന സാധനങ്ങൾ: നെയ്യ്, 3 പച്ചമുളക്, ഒരു പഴുത്ത തക്കാളി, 2 സവാള, അല്പം പെരുംജീരകം, 2 ഏലക്ക, കറുകപ്പട്ട. പിന്നീട് വേണ്ടുന്നത് കിസ്മിസ്, ബദാം, കശുനട്ട്. ഇത് 3 കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. നമുക്ക് സവാള ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞാലും വലുതായിട്ട് അരിഞ്ഞാലും കുഴപ്പമില്ല. ഇത് നമുക്ക് വഴറ്റിയിട്ട് അരയ്ക്കാനുള്ളതാണ്. അതുകൊണ്ട് ഏത് രീതിയിൽ അരിഞ്ഞാലും കുഴപ്പമില്ല. ഒരുമാതിരി ഒന്ന് വഴന്ന് കിട്ടുമ്പോൾ നമുക്കിത് അരച്ചെടുക്കണം. തക്കാളി നമുക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ തക്കാളിയും വഴറ്റിയെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ വലിയ സൗന്ദര്യമൊന്നും നോക്കി കട്ട് ചെയ്യണമെന്നൊന്നുമില്ല. വഴന്ന് വരുമ്പോൾ എല്ലാം ഒരുപോലെ അരച്ചെടുക്കുമ്പം അതിന് ഷേപ്പൊന്നും ഇല്ലല്ലോ. അതേപോലെ പച്ചമുളകും നമുക്ക് കട്ട് ചെയ്തിടാം. നമുക്ക് പനീർ ഇട്ട് കൊടുക്കാം. പനീർ ഇടുമ്പോൾ സൂക്ഷിക്കണം, പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ടൊന്ന് പുറമോട്ട് മാറി നിന്ന് വേണം എല്ലാവരും ഇതൊക്കെ യൂസ് ചെയ്യാൻ. ഒത്തിരി അങ്ങ് ചുമക്കൊന്നും വേണ്ട, ഒരുമാതിരി ഒന്ന് നനവ് മാറി വന്നാൽ മതി. ഇതിൻ്റെ ആവശ്യമുള്ളൂ. പനീർ ഇത്രയൊക്കെ ആയാൽ മതി. ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ചട്ടി വെച്ചിരുന്നു. ചട്ടിയിൽ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കറുകപ്പട്ട, പെരുംജീരകം, ഏലക്ക ഇത്ര ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പം ഇതിലേക്ക് അരിഞ്ഞു വെച്ചേക്കൊന്ന് സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇളക്കണം. ഇളക്കി അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരുമാതിരി വഴന്ന് തുടങ്ങുമ്പം അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി തീരെ കുറച്ച് മതി. ഇതിന് എരി വേണ്ട. മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്പം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിനകത്തിപ്പോൾ ഞാൻ ചേർത്തത് മഞ്ഞൾപ്പൊടി ഒരു 1/4 സ്പൂണ്, മല്ലിപ്പൊടി 1 സ്പൂണ്, മുളക് പൊടി 1 സ്പൂണ്. ഇളക്കി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഈ തീ ഓഫാക്കി വെച്ചിട്ട് ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്കിതിനെ ഒന്ന് അരച്ചെടുക്കണം. അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അരപ്പ് ചട്ടിക്കകത്ത് ഒഴിച്ച് കൊടുക്കുക. ഒരു വെള്ളം കൂടെ ഒക്കെ ചേർത്ത് കഴുകി ചേർന്നിട്ട് അല്പം വെള്ളം ഒഴിച്ച് കഴുകി ഒഴിക്കാം. കഴുകി ഒഴിച്ചിട്ടുണ്ട്. സവാളയും കറുകപ്പട്ടയും ഏലക്കായും പെരുംജീരകവും തക്കാളി പച്ചമുളക് എല്ലാം കൂടെ വഴറ്റി അരച്ചെടുത്ത അരപ്പാണിത്. ഇനി നമുക്ക് കുതിർത്ത് വെച്ചിരുന്ന ബദാം, കശുവണ്ടി, കിസ്മിസ് ഇത് 3 കൂടെ ഒന്നുകൂടെ അരച്ചെടുക്കാം. ഒഴിച്ചതൊക്കെ തിളച്ച് വരുന്നുണ്ട്. ആദ്യം നമ്മൾ സവാള വഴറ്റിയപ്പോൾ അല്പം ഉപ്പ് മാത്രമേ ചേർത്തുള്ളൂ. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. തള വരുന്നുണ്ട്. തള വന്ന് തുടങ്ങുമ്പോൾ തന്നെ പനീർ ഇട്ട് കൊടുക്കാം. തള വന്ന് തുടങ്ങി. പനീർ ഇട്ട് കൊടുക്കാം. ചൂടാക്കി വെച്ചിട്ട് പനീർ ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇതിൻ്റെ പ്രത്യേകത നമ്മൾ വെളുത്തുള്ളിയോ ഇഞ്ചി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇതിന് ചേർക്കാറില്ല. ഇനിയും ലാസ്റ്റ് ചേർക്കേണ്ടത്, ഇത് തിളച്ച് കഴിയുമ്പം നമ്മൾ കുതിർത്ത് അരച്ച് വെച്ച ബദാമും കശുനട്ട് കിസ്മിസ് ഇത്രയും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തിളച്ചിട്ടുണ്ട്. ഈ പരുവത്തിൽ വാങ്ങി അങ്ങ് വയ്ക്കുക. ഒത്തിരി നേരം അടുപ്പിൽ വെച്ച് തിളപ്പിച്ചുകൊണ്ടിരുന്നാൽ ഇത് വറ്റിപ്പോകും. അധികം കുറുകണ്ട, കൊഴുത്തിടുന്നത് മതി. ഈ പരുവത്തിൽ ഇരുന്നാൽ മതി. അത് കഴിഞ്ഞ് നമുക്ക് കടുക് താളിക്കാൻ ചിരച്ചിട്ട് വെക്കാം. ഞാൻ അല്പം നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നോർത്ത് ഇന്ത്യൻ വിഭവമായതുകൊണ്ട് തന്നെ ഒരു വെളിച്ചെണ്ണ അതൊന്നും യൂസ് ചെയ്യാതെ നെയ്യിൽ തന്നെയാണ് ഷാഹി പനീറിന് കടുക് വറുക്കുന്നത്. ചൂടായി വരുന്നുണ്ട്. നെയ്യ് ഇഷ്ടമല്ല എങ്കിൽ ഇഷ്ടപ്പെടുന്ന എന്തെണ്ണയാണോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ എന്ത് വേണേലും യൂസ് ചെയ്യാം. അത് അവരവരുടെ ഇഷ്ടം. കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്നുണ്ട്. ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം. മുളക് ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ അല്പം ജീരകം ഇട്ട് കൊടുക്കണം. അതൊന്ന് മൂത്ത് വരട്ടെ. നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് തന്നെ ജീരകത്തിന് കടുക് വറുക്കുമ്പോൾ ജീരകം ഇട്ട് കൊടുക്കണം. ഇനി അല്പം കരിവേപ്പില ഇട്ട് കൊടുക്കാം. കടുക് തളിച്ചൊഴിക്കാം. അങ്ങനെ നമ്മുടെ ഷാഹി പനീർ റെഡി ആയിട്ടുണ്ട്. ഇത് റൊട്ടിയുടെ കൂടോ ചോറിൻ്റെ കൂടോ ഒക്കെ കഴിക്കാൻ പറ്റിയ വിഭവമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഇടുക. ഇത് വെക്കേണ്ട വേറെ രീതി ആർക്കെങ്കിലും അറിയാമെങ്കിൽ അതും കമൻറ്റായിട്ട് ഇടുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.